കുട്ടി ഡെന്റിസ്റ്റ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ജൂലീസ് കറിയ, നെച്ചുബാണ്ട് എൻ്റെ ക്ലിനിക് കൊല്ലഞ്ചേരി. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കുഞ്ഞുങ്ങളുടെ പല്ല് വന്നു തുടങ്ങി, അത് പാൽപ്പല്ലുകളെല്ലാം വന്ന് വരെയുള്ള പ്രായം നമ്മൾ കണ്ടു. ഇനിയൊരു എപ്പിസോഡിൽ നമ്മൾ അവരുടെ പെർമനൻറ്റ് പല്ല് വരുന്നത് വരെ, അതായത് ഒരു 6 വയസ്സ് വരെയുള്ള സമയങ്ങളിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ സൂക്ഷിക്കണം എന്നതിനെ പറ്റിയാണ് നമ്മൾ കാണുന്നത്. 2.5 വയസ്സാകുമ്പോഴേക്കും പല്ലുകളെല്ലാം വന്നു തുടങ്ങും. വാലൊരു 20 പല്ലുകളുണ്ട്, അതെല്ലാം വരും. അണപ്പല്ലുകളാണ്, അതുണ്ട്, ചെറിയ പല്ലുകൾ എല്ലാം ഉണ്ട്. ഇതെല്ലാ പല്ലുകളും പറഞ്ഞു പോകുന്ന പല്ലുകളാണ്. അതിനെല്ലാത്തിനെയും നമുക്ക് പറഞ്ഞു പോകുന്ന കാലം വരെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ ആ പല്ലുകൾ പറഞ്ഞു പോകുന്നതിന് മുമ്പായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാം. അതിൻ്റെ ഒപ്പം തന്നെ അതെല്ലാം എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളത് കൂടി ഒന്നും കൂടി നമുക്ക് കാണാം. പല്ല് തേക്കുന്നത് എപ്പോഴും 2 നേരം എന്ന് ഞാൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ വീണ്ടും നമ്മൾ 2 നേരം തന്നെ വൃത്തിയായിട്ട് പല്ല് തേക്കണം. ബ്രഷിൽ പേസ്റ്റ് എടുത്ത് നമുക്ക് പല്ല് തേക്കാവുന്ന കാര്യമാണ്. കുഞ്ഞുങ്ങൾക്ക് വായ കഴുകുന്നതിനെ പറ്റിയുള്ള ഒരു അവബോധം വന്നതിന് ശേഷമുള്ള പ്രായമാണ് ഇതെല്ലാം. അപ്പോൾ ഒരു ചെറിയ ചെറുപയറിൻ്റെ അത്ര മാത്രം പേസ്റ്റ് നമ്മൾ എടുത്താൽ മതിയാകും. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള പലതരം പേസ്റ്റുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിളാണ്. എല്ലാത്തിനകത്തും ഫ്ലൂറൈഡ് കണ്ടൻറ്റുള്ള പേസ്റ്റുകളാണ് ഉള്ളത്. അതിനെല്ലാം ഒരു 500 ppm ഫ്ലൂറൈഡ് കണ്ടൻറ്റാണ് നോർമലി ഉണ്ടാവുക. അതുകൊണ്ട് നമുക്ക് വേറൊരു പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവേണ്ടതല്ല. അപ്പോൾ ചെറിയ എമൗണ്ടിൽ മാത്രം പേസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. അതെടുത്ത് ഫ്ലൂറൈഡ് എപ്പോഴും നമ്മുടെ പല്ലിനെ വൃത്തിയായി സൂക്ഷിക്കാനും കേട് വരാതിരിക്കാനും സഹായിക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ, അപ്പോൾ ഫ്ലൂറൈഡുള്ള പേസ്റ്റ് വെച്ച് നമ്മൾ പല ടേസ്റ്റിലും പല ഫ്ലേവറിലും കിട്ടും. മുതിർന്നവരുടെ പേസ്റ്റ് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിനകത്തൊരു പൊതുവേ ഒരു ഇച്ചിരി എരിവ്, മിൻറ്റി ഫ്ലേവർ കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് എരിവ് സാധ്യമുണ്ട്. മറ്റതിൽ അങ്ങനെയല്ല, ഒരു ബബിൾ ഗം ഫ്ലേവർ ഉണ്ട്, സ്ട്രോബെറി ഫ്ലേവർ ഉണ്ട്, അതിൻ്റെ കളറ് അതെല്ലാം കുട്ടികളെ സംബന്ധിച്ച് അതൊരു വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അവർക്ക്. അപ്പോൾ ഒരു ചെറിയ പയറിൻ്റെ അത്ര പേസ്റ്റ് എടുത്തിട്ട് എല്ലാ പല്ലിലും പേസ്റ്റ് ആകാൻ പാകത്തിന് വേണം നമ്മൾ ബ്രഷ് ചെയ്യാനായിട്ട്. കുഞ്ഞുങ്ങൾ പല്ല് തേക്കട്ടെ, നല്ലത് തന്നെ. പക്ഷേ എപ്പോഴും ഒരു 6 വയസ്സ് 8 വയസ്സ് വരെയെങ്കിലും മാതാപിതാക്കൾ ആരെങ്കിലും കുഞ്ഞുങ്ങളുടെ പല്ല് തേച്ച് കൊടുക്കണം. എന്നാലേ അവർക്കത് വൃത്തിയായി എന്നുള്ളത് കുഞ്ഞുങ്ങൾക്കറിയില്ല. നമ്മളത് കണ്ട് വൃത്തിയാക്കിയതിന് ശേഷമാണെങ്കിൽ അത് കേടുവരുന്നത് തടയും. അതുപോലെ മധുരമുള്ള എന്ത് സാധനം, ബിസ്ക്കറ്റ് ആയിക്കോട്ടെ, കുക്കീസ് ആയിക്കോട്ടെ, ചോക്ലേറ്റ്സ് ആയിക്കോട്ടെ, കുഞ്ഞുങ്ങളോട് കഴിക്കണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർ കഴിക്കട്ടെ, പക്ഷേ അത് കഴിച്ചാൽ ഉടനെ വായ കഴുകുക, അല്ലെങ്കിൽ ബ്രഷ് എടുത്ത്, പേസ്റ്റ് ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്യുക എന്നുള്ളൊരു ശീലം കുട്ടികളിൽ വളർത്തിക്കൊണ്ട് വരാവുന്നതാണ്. പല്ലിൻ്റെ ഇടയിൽ ചെറിയ ഗ്രൂസ് എന്ന് പറയും, അതിനകത്ത് ഭക്ഷണം കയറിയിരിക്കുമ്പോഴാണ് കൂടുതലായിട്ടും കേടുവരാം. നമ്മളൊന്ന് വായ കഴുകിയാൽ അത് പലപ്പോഴും പോകില്ല. അപ്പോൾ അത് കാരണം നമ്മൾ വൃത്തിയായിട്ട് പല്ലുകൾ വൃത്തിയായിട്ട് ബ്രഷ് ചെയ്യണം. വർഷത്തിലൊരിക്കലെങ്കിലും, പറ്റുമെങ്കിൽ 6 മുതൽ 8 മാസത്തിലൊരിക്കലെങ്കിലും തീർച്ചയായും ഒരു ഡെൻറ്റിസ്റ്റിനെ കാണിച്ച് ചെക്ക് ചെയ്യിക്കുക. ചെറിയ കേടുകൾ തുടങ്ങുന്നുണ്ടോ, അത് അടയ്ക്കേണ്ടതാണെങ്കിൽ അത് അടയ്ക്കണം, അല്ല തുടങ്ങുന്നില്ലെങ്കിൽ വേറെ പ്രോബ്ലംസ് ഒന്നും വരുന്നില്ല എന്നതുകൂടി നമ്മളൊന്ന് കാണിച്ചു കൊണ്ടെടുക്കുകയാണെങ്കിൽ ഒരു പല്ല് വേദന എടുത്ത് കുഞ്ഞുങ്ങൾക്ക് അറിയുന്നതായ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അതുവരെ രാത്രിയിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം വേറെ മധുരമുള്ള യാതൊരു ആഹാരവും, അതായത് പാലായിക്കോട്ടെ, ജ്യൂസായിക്കോട്ടെ, ബിസ്ക്കറ്റ് ആയിക്കോട്ടെ, ഒരാഹാര പദാർത്ഥങ്ങളും രാത്രിയിലെ ബ്രഷിങ്ങിന് ശേഷം കൊടുക്കാതിരിക്കുക. അവർക്ക് ദാഹിക്കുമ്പോൾ നമ്മൾ വെള്ളം കൊടുക്കാം, രാത്രി നല്ലതായിട്ട് ഭക്ഷണം കൊടുത്ത് കുഞ്ഞുങ്ങളെ കിടത്തിയാൽ പൊതുവെ അവർക്ക് വിശക്കില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ കുഞ്ഞുങ്ങളെ ശീലിപ്പിച്ചെടുക്കുകയാണെങ്കിൽ രാത്രിയിലെ ബ്രഷിങ് അവർ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണ്. അപ്പോൾ കൊച്ചു കാലത്ത് നമ്മൾ ബ്രഷ് ചെയ്യിപ്പിച്ച് കൊണ്ടെടുക്കുകയാണെങ്കിൽ അവർ മുതിർന്നാലും ആ ഒരു ശീലം അവരത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടെടുക്കും. അപ്പം ബ്രഷിങ്ങിൻ്റെ കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ തന്നെ ചെറിയ കേടുകൾ വരികയാണെങ്കിൽ തീർച്ചയായും അത് ചെറിയ കേടുള്ളപ്പോൾ അടയ്ക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കത് വേദന എന്നൊരു ഫാക്ടർ ഇല്ലാതാവുകയും അവർക്കൊരു ബുദ്ധിമുട്ടുകൾ കുറഞ്ഞിരിക്കുകയും ചെയ്യും. ഇനി നമ്മളത് ശ്രദ്ധിക്കാതെ പോയി, ഏതെങ്കിലും പല്ലിൻ്റെ ഇടയിൽ ഭക്ഷണം ഇരുന്ന് കേടായി പോയി, വേദനയായി, അത് പറിച്ച് കളയുന്നത് അതിൻ്റെ കൃത്യമായ പ്രായത്തിന് മുൻപേ പറിച്ച് കളഞ്ഞാൽ അതിന് ശേഷം വരാനിരിക്കുന്ന പെർമനൻറ്റ് പല്ലുകൾ വരുന്നതിനുള്ള തടസ്സം നേരിടുകയും അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനത്ത് വേറെ പല്ലുകൾ കയറി വരികയും എല്ലാം ചെയ്യുന്നതുകൊണ്ട് നമ്മളത് പലപ്പോഴും അത് റൂട്ട് കനാലാണെങ്കിൽ റൂട്ട് കനാൽ, ഫില്ലിംഗ് ആണെങ്കിൽ ഫില്ലിങ്, അത് ചെയ്ത് ആ പല്ലിനെ അവിടെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതാണ്
എപ്പോഴും നല്ലത്. ഇനിയല്ല അത് പറിച്ച് കളയേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയാൽ തീർച്ചയായും സ്പേസ് മെയിൻ്റെനൻസ്, അതായത് ആ പല്ലിൻ്റെ അടിയിൽ വരുന്ന പല്ലിനുള്ള ഒരു സ്ഥലം നമ്മൾ റിസർവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ പല്ല് വരുന്നത് കൃത്യം അതിൻ്റെതായ പൊസിഷനിൽ വരാനും അത് വരാതിരിക്കുന്ന, അതായത് ഇമ്പാക്റ്റ് ആയി പോകുന്ന ഒരു കണ്ടീഷൻ നമുക്ക് ഇല്ലാതാക്കുകയും ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ 6 വയസ്സ് വരെ നമ്മൾ കുഞ്ഞുങ്ങളുടെ പല്ലുകൾ ഇങ്ങനെ വൃത്തിയായി സൂക്ഷിക്കുക. കുഞ്ഞുങ്ങൾ കൈ കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ അവരെ രാത്രിയിൽ ഉറങ്ങുന്ന, പലപ്പോഴും കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്ത് കൈ വായിൽ വെക്കുന്നു എന്ന് പറയുന്ന പേരൻസാണ് കൂടുതൽ. അപ്പോൾ അവരെ ഫുൾ കൈ കവർ ചെയ്യുന്ന ഡ്രസ്സുകൾ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഡ്രസ്സുകൾ ഇടിച്ചെടുത്ത് അപ്പോൾ കൈ അവർ വായിൽ വെക്കാതിരിക്കുക. പിന്നെ അവരെ തന്നെ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. ഒരു 2.5-3 വയസ്സൊക്കെ ആകുമ്പോഴേക്കും പ്ലേ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാണ്. അപ്പോൾ എന്നെ കാണുന്ന ഒരുപാട് അംഗൻവാടി ടീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രീ KG അല്ലെങ്കിൽ നഴ്സറിയിൽ പഠിപ്പിക്കുന്ന ഒരുപാട് അധ്യാപകരുണ്ടാവും. അവരോടും കൂടിയാണ് പറയുന്നത്, കുഞ്ഞുങ്ങളെ നമ്മൾ പ്രത്യേകിച്ച് അധ്യാപകർ പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പ്രായമാണ്. അവർ പറയുന്നതെല്ലാം അവർ പൂർണ്ണമായി അംഗീകരിച്ച് എൻ്റെ ടീച്ചർ പറയുന്നതാണ് ശരി എന്ന് പറയുന്ന ഒരു പ്രായമാണ്. അമ്മ അങ്ങനെയല്ല, എൻ്റെ ടീച്ചർ ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ എപ്പോഴും കുഞ്ഞുങ്ങളെ ഭക്ഷണത്തിന് ശേഷം, പ്രത്യേകിച്ച് രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് ശേഷമാണ് കുഞ്ഞുങ്ങളെ പല്ല് തേക്കേണ്ടത് എന്നുള്ള ഒരു ശീലവും നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാൻ അധ്യാപകർക്കും അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും കഴിയേണ്ടതാണ്. ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും ഒരു എപ്പിസോഡിൽ വരുന്നത് വരെ പുഞ്ചിരിക്കും, സന്തോഷമായിരിക്കും.